ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ പ്രത്യേകത നല്ല വായനയുള്ള വ്യക്തിയാണ് എന്നുള്ളതാണ്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള പുസ്തകങ്ങൾ പോലും വായിച്ച് ലോകത്ത് നടക്കുന്നത് എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കുന്ന, പഠിക്കുന്ന ഒരു വ്യക്തി. രണ്ടാമത്തെ ഏറ്റവും വലിയ പ്രത്യേകത, എല്ലാ കാര്യങ്ങളെപ്പറ്റിയും ഒരു കാഴ്ചപ്പാടുണ്ട്. ഇന്ന് കേരളത്തെ തിരിച്ചു പിടിക്കുന്നതിനുള്ള വ്യക്തമായ ഒരു പ്ലാനുണ്ട് പ്രതിഭാശാലിയായ ഈ VD സതീശൻ എന്ന നേതാവിന്. 3, ഭയങ്കര കരിസ്മാറ്റിക്കാണ്. എപ്പോൾ അദ്ദേഹം സംസാരിക്കാൻ തുടങ്ങിയാലും ലീഡർഷിപ്പ് ആക്ടിവിറ്റിയിലോട്ട് വന്നാലും വളരെ കരിസ്മാറ്റിക്, ചുറ്റുപാടുമുള്ളവരെ എല്ലാം പ്രചോദിപ്പിക്കുന്ന വലിയ ഒരു മനോഭാവം. 4മത്തെ ഒരു വലിയ പ്രത്യേകത അദ്ദേഹത്തിൻ്റെ ആഴമായ ദൈവവിശ്വാസമാണ്. ദൈവത്തിൽ ആഴമായി വിശ്വസിച്ച് ദൈവാശ്രയത്തോടുകൂടെ എല്ലാ മതങ്ങളിലും ഉള്ളവരോട് സംവദിച്ച് എല്ലാവരോടും വളരെ സൗഹാർദ്ദത്തോടുകൂടെ പെരുമാറാനുള്ള കഴിവ്. 5മത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത ആശയവിനിമയ പാടവമാണ്. ഏത് ചോദ്യം ചോദിച്ചാലും എത്ര ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിലാണ് മറുപടി പറയുന്നുണ്ടെങ്കിലും കൺവിൻസിംഗ് ആയി വളരെ ലോജിക്കലായി സംസാരിക്കാനുള്ള വലിയ ഒരു പ്രത്യേകത, വലിയ ഒരു കഴിവ് കേരളത്തിൻ്റെ പുതിയ ചീഫ് മിനിസ്റ്ററിന് ഉണ്ട്. 6മത്തെ പ്രത്യേകത കഠിനാധ്വാനിയാണ് എന്നുള്ളതാണ്. വളരെ പ്രതിസന്ധി നിറഞ്ഞ ഒരു മണ്ഡലത്തിലേക്ക് കടന്നു വന്ന് അധ്വാനിച്ച് പരാജയത്തിൽ കഷ്ടിച്ച് പരാജയപ്പെട്ടു, പിന്നെ അധ്വാനിച്ച് വിജയിച്ചു, പിന്നെ ആ നാട്ടിലെ ജനങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരനായി വിജയം ഒരു തുടർ കഥയാക്കി. 7മത്തെ വലിയൊരു പ്രത്യേകത, പ്രതിസന്ധികൾ നേരിടുമ്പോഴും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോഴും അർഹിക്കുന്ന സ്ഥാനങ്ങളൊക്കെ നിരസിക്കപ്പെടുമ്പോഴുമൊക്കെ അദ്ദേഹം സമചിത്തതയോടുകൂടെ സന്തുലിതമായ പ്രതികരണങ്ങൾ നടത്തിക്കൊണ്ട് തൻ്റെ സമയം വരും എന്നുള്ള പ്രതീക്ഷയിൽ കാത്തിരിക്കുന്ന ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്വഭാവമാണ്. 8മത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത, ശരിയായ ഒരു ബോധ്യമുള്ള ഒരു കാര്യത്തിന് വേണ്ടി നിലപാടെടുക്കാനും അവസാനം വരെ പോരാടാനും അദ്ദേഹം തയ്യാറാണ്. 9മത്തെ പ്രത്യേകത, നേരിനും നെറിക്കും സത്യത്തിനും വേണ്ടി ത്യാഗം സഹിക്കാനും നിലപാടെടുക്കാനും, മറ്റുള്ളവരെന്ത് വിചാരിക്കുമെന്ന് ചിന്തിക്കാതെ പോലും സത്യത്തിനു വേണ്ടി നിലകൊള്ളാൻ ഉള്ള ഒരു തൻ്റെ ഇടം, ഒരു ഗാന്ധിയൻ മനോഭാവം അദ്ദേഹത്തിനുണ്ട് എന്നുള്ളതാണ്. 10മത്തെ ഏറ്റവും വലിയ പ്രത്യേകത, അദ്ദേഹത്തിന് കൃത്യമായ ഒരു കാൽക്കുലേഷനുണ്ട്, ഒരു കണക്ക് കൂട്ടലുണ്ട് എന്നുള്ളതാണ്. 100-ലധികം MLA-മാരുണ്ടാകും എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന് എത്ര ഭൂരിപക്ഷത്തോടു കൂടെ ജയിക്കും എന്ന് പോലും കൃത്യമായി പ്രവചിക്കാൻ